ഓക്കെ ടീച്ചറെ, പമ്പ സംഗമം അതുപോലെ പന്തള സംഗമം ഒരു താരതമ്യമാണല്ലോ ഇപ്പോൾ CPM പ്രതിനിധി നടത്തിയത്. അപ്പോൾ പമ്പയിലേത് യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആഗോള തലത്തിൽ നിന്ന് പോലും അവരെത്തി എന്നുള്ളതാണ് സർക്കാരിൻ്റെ ക്ഷണം. അതിന് നിയതമായിട്ടുള്ള ഒരു വ്യവസ്ഥയിലൂടെയാണ് അവരെ ക്ഷണിച്ച് കൊണ്ടുവന്നത്. അത് ഗംഭീര വിജയം എന്നാണ് ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ഇവർ അവകാശപ്പെടുന്നത്. മറിച്ച് പന്തളത്തെ പാർട്ടി സമ്മേളനം എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. ടീച്ചർ കൂടെ പങ്കെടുത്തതാണ്. അവിടെ ആ പന്തലിൽ തന്നെ എത്ര പേർക്ക് ഇരിക്കാൻ സാധിച്ചു, പന്തലിന് പുറത്ത് എത്ര പേർ നിന്ന് ഈ സംഗമത്തിൽ പങ്കെടുത്തു, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെയൊക്കെ വില കുറച്ച് ഇങ്ങനെ നിരീക്ഷിക്കുന്നതിൽ അങ്ങനെ പറ്റുള്ളൂ അവർക്ക്. അതാണ് CPM. അങ്ങനെ CPMന് സംസാരിക്കാൻ പറ്റൂ. പക്ഷേ ആത്യന്തികമായി ഈ പാർട്ടി തലത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു സംഗമം താരതമ്യം ചെയ്തുകൊണ്ട്, പമ്പയിലെയും പന്തളത്തെയും സംഗമം താരതമ്യം ചെയ്തുകൊണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായി ആ വീഴ്ചയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ CPM പ്രതിനിധി ഇവിടെ നിഷേധിക്കുന്ന ആ മെമ്മോ ഇഷ്യൂ ചെയ്യാനുള്ള കാരണം. അതായത് പരാജയം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു, പക്ഷേ അതങ്ങ് തുറന്ന് സമ്മതിക്കാൻ വയ്യ. പക്ഷേ ഇങ്ങനെ മെമ്മോ ഇഷ്യൂ ചെയ്തതോടുകൂടി കാര്യം വ്യക്തമാണ്. ജനപങ്കാളിത്തം, ഭക്തജന പങ്കാളിത്തം അത് ഇവരൊക്കെ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് ആയിരുന്നു എന്ന് പരോക്ഷമായി സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കൂ, വില കുറച്ച് കാണുന്നു ഇത്തരം സമ്മേളനങ്ങളെ. അവിടെ വന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തർ, CPM മെമ്പർമാർ പോലും ആ സംഗമത്തിൽ, ശബരിമല സംരക്ഷണ സംഗമത്തിൽ അണിചേർന്നിട്ടുണ്ട്. അതുകൂടി പന്തളത്തെ സഖാവ് ഒന്ന് മനസ്സിലാക്കണം. പരിചയമുള്ള കുറച്ച് പേരെയൊക്കെ കാണാൻ സാധിച്ചു, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ ലാഘവത്തോടെ കാണരുത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ശശികല ടീച്ചർ? ഇവിടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പന്തളത്ത് നിന്നുള്ള CPMന്റെ പ്രതിനിധിയെ എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അപ്പൊ നിങ്ങൾ CPM പ്രതിനിധി എന്ന് എഴുതി കാണിച്ചില്ലെങ്കിലും അദ്ദേഹം എന്താണ് പറയണത് എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം CPM പ്രതിനിധിയാണ് എന്ന്. കാരണം അത് CPMന്റെ ഒരു ഭാഷയാണ്. ആ ഭാഷയിൽ അതിനപ്പുറം അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഭാഷയാണ് അവര് അങ്ങ് പോളിറ്റ് ബ്യൂറോ മുതൽ സാധാരണ വെറും താഴെത്തട്ടിലുള്ള ഈ മറ്റേ റെഡ് വളണ്ടിയേഴ്സ് വരെ പറയുന്ന ഭാഷ ഒന്നായിരിക്കും. അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പോ ആ ഭാഷ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം CPMന്റെ പ്രതിനിധി തന്നെയാണ് എന്ന്. പിന്നെ സത്യമാണ്, അപ്പൊ അവിടെ പമ്പയിൽ വന്നത് അയ്യപ്പന്മാരാണെന്നും പന്തളത്ത് വന്നത് അയ്യപ്പന്മാരല്ല എന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇതിന്റെയൊക്കെ തീവ്രത അളക്കാനുള്ള മെഷീൻ ഇരിക്കുന്നത് CPMന്റെ കയ്യിലാണല്ലോ. അത് പീഡനമാണെങ്കിലും എത്ര ഉണ്ട്, ഭക്തിയാണെങ്കിലും അതിന്റെ തീവ്രത എത്രയുണ്ട്, ഇതൊക്കെ അളക്കുന്ന മീറ്റർ ഇവിടെ ആകെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ CPMന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർ അത് വെച്ച് അളന്നിട്ടുണ്ട്. ഈ വന്നവരുടെയൊക്കെ ഭക്തിയുടെ തീവ്രത എത്രയുണ്ട് എന്നുള്ളത് അവർ വെച്ച് അളന്നിട്ടുണ്ട്. അപ്പൊ പമ്പയിൽ വന്നവരെല്ലാം അവര് അയ്യപ്പ ഭക്തിക്ക് വേണ്ടി മാത്രം ജീവിതം ഹോമിച്ചവരാണ് പമ്പയിലെത്തിയവരൊക്കെ. പന്തളത്തെത്തിയവർ അങ്ങനെയല്ല എന്ന് CPMന്റെ കണ്ടുപിടുത്തത്തെ ഞാൻ എങ്ങനെ നിഷേധിക്കാനാകാൻ? എന്റെ കയ്യിൽ തീവ്രത അളക്കുന്ന യാതൊരു മെഷീനും ഇല്ലല്ലോ. ഹൈന്ദവ സംഘടനകളുടെ കയ്യിലും അങ്ങനെ ഭക്തിയുടെ തീവ്രത അളക്കുന്ന യാതൊന്നുമില്ല. പക്ഷെ നമ്മളവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞു പന്തളത്ത് ഓടിക്കൂടിയ ഒരാൾക്കൂട്ടമാണ്, പാർട്ടിയുടെ ആളുകളാണ്. പമ്പയിൽ അങ്ങനെയല്ല, എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കുന്ന, അങ്ങനെ അത്തരത്തിൽ തെരഞ്ഞു പിടിച്ച് അവർ കൊണ്ടുവന്ന മഹതികളല്ല, മഹാന്മാരാണ് അവിടെ വന്നവരൊക്കെ. എങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, അവിടെ വന്ന ആളുകളുടെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിപ്പെടുത്തുക. അവർക്ക് ശബരിമലയുടെ വികസനത്തിൽ ഏത് തരത്തിലുള്ള സംഭാവനയാണ് ചെയ്യാൻ കഴിയുക? അത് ആശയപരമായാണോ അതോ അർത്ഥം കൊണ്ടാണോ? ഏത് തരത്തിലാണ് അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയുക? അപ്പൊ ആ ഇവരാരും ഓടിക്കൂടിയവരല്ല, പന്തളത്ത് ഓടിക്കൂടിയവരാണ്. പമ്പയിൽ അങ്ങനെയല്ലല്ലോ. വളരെ കൃത്യമായി കേരളം മുഴുവൻ വിലയിരുത്തി, അല്ലെങ്കിൽ ലോകം മുഴുവൻ അവരെ വിലയിരുത്തി, ക്ഷണിക്കേണ്ടവരെ ക്ഷണിച്ച്, കൊണ്ടുവരേണ്ടവരെ കൊണ്ടുവന്ന്, നിറഞ്ഞു കവിഞ്ഞ, മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ വേദി നമ്മളൊന്നും നോക്കിയപ്പോ കണ്ടില്ല. അതെന്താന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം, അതൊരു AI സാങ്കേതിക വിദ്യയുടെ ഒരു പ്രത്യേക വേറെന്തോ ഒരു വിഭാഗമാണ്. കാരണം നമ്മൾ നോക്കിയാൽ, അയ്യപ്പ ഭക്തർ നോക്കിയാൽ അവിടെ ഇരിക്കുന്നവരെ കാണില്ല. പക്ഷേ പമ്പയിലുള്ള CPM അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയാൽ ആ സദസ്സൊക്കെ നിറഞ്ഞു കവിഞ്ഞ് കാണും. അപ്പൊ ആ നിറഞ്ഞു കവിഞ്ഞ് കന്ന അവര് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന സമയത്തുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ സംഭാവന ചെയ്യാൻ കഴിവുള്ളവർ ആരാണ്?
ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയില്ലേ? അവർക്ക് ഓ, അവകാശമില്ലേ? കാരണം ശബരിമലയിലാണ് കൈവയ്ക്കാൻ പോകുന്നത്. ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങളാണ് നടപ്പാക്കാൻ പോകുന്നത്. നാളെ പൊളിച്ചു കളയാനുള്ള നിർദ്ദേശമാണ് കൊടുക്കണമെങ്കിലോ അത് അയ്യപ്പ ഭക്തർ അറിയണമല്ലോ. കാരണം മറ്റേ ഈ ആക്ടിവിസ്റ്റുകൾ എന്ന പേരിലുള്ള കുറെ പറയുന്ന പേര് പറയാൻ ഇപ്പൊ സാധ്യത, കാരണം നമ്മുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, അങ്ങനെയുള്ളവറ്റങ്ങളെ വേഷം കെട്ടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇറക്കിയതും ആരുടെയൊക്കെയോ ഉപദേശപ്രകാരമാണല്ലോ, ആരുടെയൊക്കെയോ ആവശ്യപ്രകാരമാണല്ലോ. ഈ അയ്യപ്പ ഭക്തരാണല്ലോ ഇത് ചെയ്തത്, സന്നിധാനം അശുദ്ധിപ്പെടുത്താൻ. 18-ാം പടി സാധിച്ചില്ല അയ്യപ്പ ഭക്തരുടെ സമയോചിതമായ കാക്കൽ കൊണ്ട്. 18-ാം പടി അശുദ്ധിയാക്കാൻ സാധിച്ചില്ലെങ്കിലും സന്നിധാനത്ത് കൊണ്ടുപോയി ഒരു ഫോട്ടോ ഷൂട്ടെങ്കിലും ഒക്കെ ഇവര് നടത്തി. അത് ആരുടെയും ഇതുപോലുള്ള ഉപദേശമാണ്. അപ്പൊ ഈ വന്നിരിക്കുന്നവര് നമുക്കറിയില്ലല്ലോ, സക്കീർ നായിക്കിന്റെ ആൾക്കാരുണ്ടോ അവിടെ നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്നവര്? അത് പറയാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ മാവോവാദികളുടെ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചൊക്കെ ശബരിമല ഒരു തടസ്സമാണല്ലോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഇവര് ഉറപ്പോടുകൂടി ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരാണ് പമ്പയിൽ വന്നത് എന്ന് പറയുമ്പോൾ അത് ആര് എന്നറിയാൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്ക് എന്തായാലും അവകാശമുണ്ട് തീർച്ചയായും. എന്ന് തോന്നുന്നു. അതുകൊണ്ട് CPM അടിയന്തരമായി ചെയ്യേണ്ടത് അവിടെ വന്ന ആളുകളുടെ കൃത്യമായ ഡീറ്റെയിൽസ് ഒന്ന് പുറത്തെടുക്കുക. അത് പണ്ട് സുപ്രീം കോടതിയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്ത മാതിരി എഴുതുക. ഒരു 51 ആളുടെ ലിസ്റ്റ് കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി നമ്മളാരും മറന്നിട്ടില്ലല്ലോ. കാരണം ആ അതെ, ലിസ്റ്റ് കൊടുത്തു അതെ. കഴിഞ്ഞപ്പോൾ പല അയ്യപ്പ ഭക്തന്മാർക്കും പുറത്തിറങ്ങാൻ മടി. കാരണം എന്താ വെച്ചാൽ അവരെയൊക്കെ പെണ്ണായിട്ടാ കൊടുത്തിരിക്കുന്നത്. അവർക്ക് ആകെ ഒരു സംശയമായി ഇതിപ്പോ ഞങ്ങൾ ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അപ്പൊ 51 ആള് കയറി എന്നുകൊണ്ട് ഒരു റിപ്പോർട്ടും കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. അതുപോലുള്ള റിപ്പോർട്ടല്ല, ആരാണ് വന്നത്. ഈ തർക്കങ്ങൾക്കൊന്നും ആവശ്യമില്ലല്ലോ. സദസ്സ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു, പിന്നെ മൂത്രമൊഴിക്കാൻ പോയതാണ്, അല്ലെങ്കിൽ അവര് വേറെന്തോ ആവശ്യത്തിന് പോയതാണ്, അല്ലെങ്കിൽ ഉണയിക്കാൻ, ഇത്തരം ഒരു ന്യായീകരണത്തിനും വേണ്ട. അവിടെ വന്ന ആളുകൾ ആരാണ് യെസ്. എന്നുള്ളത് കൃത്യമായി ആ രേഖ CPM പുറത്തുവിടണം. അവർക്ക് ഏത് തരത്തിലാണ് ശബരിമലയില് ഏത് തരത്തിലാണ് അവർക്ക് ശബരിമലയുടെ വികസനത്തിൽ പങ്കാളിയാകാൻ സാധിക്കുക? അത്തരം ആരൊക്കെ അവിടെ വന്നിട്ടുണ്ട്? കള്ളപ്പണം വെളുപ്പിക്കാനുള്ളവരാണോ വന്നത് എന്നുള്ളത് അറിയണ്ടേ നമുക്ക്? ഇപ്പൊ റോപ്പ്വേയുടെ കാര്യം പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിലേക്ക് മുതൽ മുടക്കാൻ പറ്റുന്നവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ പണവും ശബരിമലയിൽ ഇറങ്ങരുത്. അവിടെ ഇറങ്ങാൻ പാടുള്ള പണമേ അവിടെ ഇറങ്ങാവൂ. അതുകൊണ്ട് അയ്യപ്പ ഭക്തർക്ക് അത് അറിഞ്ഞേ തീരൂ അവിടെ വന്നവരാരാണ്. എന്നിട്ട് പറഞ്ഞോട്ടെ, എത്ര 4200 എത്ര പറഞ്ഞില്ല, അവരുടെ ടീച്ചറെ, കണക്കുണ്ടല്ലോ. വന്നവർ ആ കണക്ക് മാത്രമല്ല, നമ്മുടെ സ്പോൺസർമാരുടെ ലിസ്റ്റ് കൂടെ പ്രസിദ്ധീകരിക്കണ്ടേ? ഇപ്പം നോക്കൂ, നാളെ ഒരാഴ്ച തികയാൻ പോവുകയാണ്. പമ്പ സംഗമം കഴിഞ്ഞിട്ട് ഒരാഴ്ചയാകാൻ പോകുന്നു നാളത്തേക്ക്. അതെ, അതെ, തീർച്ചയായും. ഇപ്പൊ സ്പോൺസർമാർ വന്നിട്ടുണ്ടാവുമല്ലോ. കാരണം പറഞ്ഞല്ലോ, പന്തളത്ത് വന്ന പോലെ ഓടിക്കൂടിയവരല്ല എന്നാണ് പറയുന്നത്. പന്തളത്ത് വന്ന പോലെ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരല്ല വന്നത്. സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും, അല്ലെങ്കിൽ ശബരിമലയെ വികസിപ്പിക്കാൻ തക്ക കഴിവുള്ള തികഞ്ഞ അയ്യപ്പ ഭക്തരാണ് പമ്പയിൽ വന്നത്. നമ്മൾ ആ ശരണം വിളിയൊക്കെ കേട്ടൂല്ലോ, പമ്പയിൽ നിന്നുള്ള ശരണം വിളി. പന്തളത്താർക്കും അങ്ങനെ ശരണം വിളിക്കാൻ അറിയാൻ വയ്യായിരുന്നു. മുട്ടി ചുരുട്ടി ശരണം വിളിക്കാൻ അവർക്കാർക്കും അറിയാം. കാരണം അവർക്ക് ഭക്തിയില്ലല്ലോ. പന്തളത്ത് വന്ന ആർക്കും ഭക്തിയില്ല. കാരണം ആ ഭക്തി ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവര് മഞ്ഞ് കടന്നിട്ടും അല്ലെങ്കിൽ കാട്ടിൽ കടന്നിട്ടും ഒക്കെ 2-3 മാസക്കാലം ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചത്. അവർക്ക് ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. ശബരിമല സന്നിധാനം കാക്കാൻ വേണ്ടി ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കാനൊന്നും അറിയാൻ വയ്യ. പക്ഷെ തികഞ്ഞ അയ്യപ്പ ഭക്തർ ജനിച്ച മുതൽ എല്ലാ വർഷവും എന്ന് പറഞ്ഞ പോലെ ശബരിമലയിൽ വരികയും ശരണം വിളിക്കുകയും നഗ്നപാതരായി കയറുകയും 41 ദിവസം വ്രതമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അയ്യപ്പ ഭക്തരാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവരൊന്ന് കാണാനുള്ള മോഹമുണ്ട്. തീർച്ചയായും. ഞങ്ങൾക്കത് ആരാണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞു, ഇനിയെങ്കിലും ആ റിപ്പോർട്ട് പുറത്തുവിടണം. അവിടെ വന്നവരാരൊക്കെയാണ്, അവരേത് രംഗത്താണ് ഇതിൽ വരാനുള്ള അർഹത ഉണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെ ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയണല്ലോ. കേരളത്തില് 3 ചില്ലാനം കോടി ജനങ്ങൾ, കേരളത്തിലല്ല 600 ചില്ലാനം കോടിയുള്ള ലോക ജനസംഖ്യ എന്നാണ് വിളിച്ചത്. കാരണം ആഗോള അയ്യപ്പ ഭക്ത സംഘമാണ്. അപ്പോ തെരഞ്ഞെടുത്തത് ആരെ എന്നറിയണേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ ഒഴിവാക്കിയ മാനദണ്ഡം എന്താണ് എന്നെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ അവിടെ വന്നവരാര് എന്നുള്ള കൃത്യമായ ഒരു രേഖ പുറത്തുവിടണം. അത് എന്തിനാണ് മടിക്കുന്നത്? രഹസ്യ രേഖയൊന്നുമല്ലല്ലോ. അതിൽ റഹന പാത്തുമ അല്ലെങ്കിൽ ബിന്ദുമണി അതേപോലുള്ള ഒരു വേഷം കെട്ടി വന്നിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ റിപ്പോർട്ട് അവിടെ നടത്തുക. ഇവിടെ നേരത്തെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു, കഴിഞ്ഞ 9 വർഷമായിട്ട് അവര് ശബരിമല എങ്ങനെ വികസിപ്പിക്കണം, അയ്യപ്പ ഭക്തർക്ക് എന്ത് സഹായം ചെയ്തു. പിന്നെ ആ മനീതികളെയൊക്കെ നമുക്കറിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ട് ചെയ്തു കൊടുത്ത സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു കാലത്തും അയ്യപ്പ ഭക്തർ മരിച്ചാലും മറക്കില്ല. അവിടുന്ന് എസ്കോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് തൊഴിയിപ്പിക്കാൻ നോക്കിയിരുന്നു. അതേപോലെ തന്നെ ബിന്ദുമണിയും കനകദുർഗേനെയൊക്കെ എത്ര ത്യാഗം സഹിച്ചിട്ട് ഒരു അയ്യപ്പ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടോ കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ കൊണ്ടുപോയി ദർശനം നടത്തി തിരിച്ചു കൊണ്ടുവരാനൊക്കെ CPM കാണിച്ച ആ ശ്രദ്ധ ഇന്ന് വരെ കേരളത്തിലെ ഒരു സർക്കാരും, കാരണം അവരുടെ അയ്യപ്പ ഭക്തി കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വിമാനത്താവളത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ 600 ചില്ലാനം കോടി രൂപ അവിടെ ഇറക്കി എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ ഇടയിൽ പറഞ്ഞു, ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അവിടെ തെലങ്കാനയിൽ നിന്ന് വന്ന ഒരു അമ്മ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് മലയെന്ന് ഇറങ്ങി വരുമ്പോ വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് വാട്ടർ പ്യൂരിഫയർ എന്നൊരു ഗ്ലാസ് വെള്ളം എടുത്തപ്പോ ഷോക്കടിച്ച് മരിച്ചു.
ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷോക്ക് അടിച്ച് മരിച്ചു. അവർക്ക് വേണ്ടുന്ന ധനസഹായം പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. വെള്ളം കുടിക്കുക, സർക്കാർ സംവിധാനം, ദേവസ്വം ബോർഡ് തയ്യാറാക്കി വെച്ച സംവിധാനത്തിൽ ചെന്ന് വെള്ളം കുടിക്കാൻ ചെന്നപ്പോൾ അതിന്ന് ഷോക്ക് അടിച്ചിട്ട് ഒരു പാവം മാളികപ്പുറം മരിച്ചു. ഇപ്പോ ഈ 600 ചില്ലാനും കോടി ഇറക്കിയിട്ട് ഷോക്ക് അടിക്കാത്ത ഒരു വാട്ടർ പ്യൂരിഫയർ അവിടെ വെക്കാൻ സാധിച്ചില്ല. അയ്യപ്പ ഭക്തർക്ക് മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് അവർക്ക് പഞ്ചനക്ഷത്ര പമ്പയിൽ ഒരുക്കിയ പോലുള്ള സൗകര്യങ്ങളൊന്നും വേണ്ട. അവർക്കൊന്ന് മൂത്രം ഒഴിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ, ഇത്രയും കോടികൾ ഇറക്കാൻ തയ്യാറുള്ളവർക്ക് നിലയ്ക്കൽ പമ്പ ബസ് ചാർജ് ഒന്ന് മര്യാദയ്ക്ക് ആക്കി കൊടുത്തൂടെ? അവർക്ക് മര്യാദയ്ക്ക് യാത്ര ചെയ്യാൻ പാകത്ത വിധത്തിലുള്ള ബസ്സുകൾ ഏർപ്പെടുത്തിക്കൂടെ? പമ്പയിലാണെങ്കിലും നിലക്കലാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള കേന്ദ്രങ്ങളില് അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ, ഈ പറഞ്ഞ വേറെ വേണ്ട, കുടിവെള്ളം അല്ലെങ്കിൽ ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം, മര്യാദയ്ക്ക് ദർശനം നടത്താനുള്ള കാര്യം, അത് ക്രൗഡ് മാനേജ്മെന്റ്. ഈ ക്രൗഡ് മാനേജ്മെന്റ് ഈ 3000 ആൾ എത്ര ആൾ ക്ഷണിച്ചു തന്നു, അത്രയും ആൾ ഇരുന്നിട്ടാണോ ക്രൗഡ് മാനേജ്മെന്റ് എങ്ങനെ നടത്തണമെന്ന് ചിന്തിക്കേണ്ടത്? അതൊക്കെ അതിനെപ്പറ്റി ട്രെയിനിങ് കിട്ടിയ ആളുകൾ, അതിനെപ്പറ്റി അറിയാവുന്ന ആളുകൾ അങ്ങനെ എടുക്കേണ്ടുന്ന ഒരു തീരുമാനമല്ലേ അതൊക്കെ? ഇതിങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ ഇരുന്നിട്ടാണോ ക്രൗഡ് മാനേജ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ അതെങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചെന്ന് നോക്കുകയോ അത് ഏതൊക്കെ ഇവിടെ നടപ്പിലാക്കാം എന്ന് ഒക്കെ ചെയ്തിട്ട് അയ്യപ്പ ഭക്തർക്ക് വലിയ താമസമില്ലാതെ ഇപ്പൊ ചെന്ന വഴിക്ക് ദർശനം കിട്ടില്ല, കാരണം അത്രയധികം അയ്യപ്പ ഭക്തർ വരുന്നുണ്ട്. അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അപ്പൊ മിനിമം സാധാരണ അയ്യപ്പ ഭക്തനെ, കാരണം അയ്യപ്പന് പഞ്ചനക്ഷത്ര ഭക്തനെന്നോ അല്ലെങ്കിൽ സാധാരണക്കാരനെന്നോ എന്നുള്ള വ്യത്യാസം അയ്യപ്പന്റെ മുന്നിൽ ഇല്ലല്ലോ. എല്ലാം തത്വമസി, എല്ലാം നീയാകുന്നു എന്നല്ലേ പറഞ്ഞ, അല്ല സമ്പന്നനെ മാത്രമല്ലല്ലോ പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന മിനിമം സൗകര്യങ്ങൾ. അപ്പൊ നമ്മൾ പഴനിയിൽ ചെന്നാൽ നോക്കൂ, അവിടെ ബാറ്ററി കാറൊക്കെ അങ്ങനെ ഫ്രീ ആയിട്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയൊക്കെ, അല്ല മറ്റേ മുരുക ഭക്തർക്ക് വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഒരുത്തി കയറിയ വേർത്തി ചെന്ന് ഇറങ്ങാൻ യാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്യുന്നു. തിരുപ്പതിയിൽ ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? അയ്യപ്പ ഭക്തരെ പിഴിയാൻ കിട്ടുന്ന ഒരു അവസരം ഇവിടെ ഒഴിവാക്കുന്നില്ല. എന്നിട്ട് കോടികളുടെ കണക്ക് പറയുകയാണ്. ശബരിമലയിൽ ഇറക്കിയ കോടികളുടെ കണക്ക്. ഈ കോടികൾ എന്ന് പറഞ്ഞാല് അന്നദാനം പോലും നിർത്തിവെച്ചില്ലേ ടീച്ചറെ? ഈ അയ്യപ്പ സേവാ സമാജം അന്നദാനം നടത്തിയിരുന്നത് പോലും അന്നദാനം, അതാ പറഞ്ഞത്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുടിവെള്ളവും അന്നദാനവും സംഘടനകൾ കൊടുത്തിരുന്നു. അത് ക്രൂരമായി നിർത്തി. എന്നിട്ട് അവിടെ കച്ചവടക്കാരുടെ ഇരയാക്കി മാറ്റിയെടുക്കാൻ, ഈ വരുന്നവർക്ക് മുഴുവൻ ദേവസ്വം ബോർഡിന് കൊടുക്കാൻ കഴിയില്ല, തിരക്കൊഴിവാക്കി കൊടുക്കാനും സാധിക്കില്ല. അവിടുത്തെ കച്ചവടക്കാരുടെ ഇരയാക്കി. കഴിഞ്ഞ പ്രാവശ്യം വഴക്കുണ്ടായത് നമ്മൾ കണ്ടു, ഹോട്ടലിൽ പോയിട്ട് വഴക്കുണ്ടായത് കണ്ടു. അവരുടെ അടുത്തേക്ക് ആളെ എത്തിച്ചു കൊടുക്കുക എന്നതിന്റെ ഏജന്റായിട്ട് ദേവസ്വം ബോർഡും അതിനു വേണ്ടിയിട്ട് CPM മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടായത്. അപ്പൊ മിനിമം കാര്യങ്ങൾ ഇത് ചോദിക്കേണ്ടത് ആരോടാ? പഞ്ചനക്ഷത്രക്കാരോടല്ല ചോദിക്കേണ്ടത്. അങ്ങനെ സർക്കാരിന് ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവിടുത്തെ ഗുരുസ്വാമിമാരെയോ അല്ലെങ്കിൽ ഇവിടെ അത്തരം വർഷങ്ങൾ പോകുന്ന അയ്യപ്പ ഭക്തരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് വിഷയം, അവിടെ എന്താണ് അവർക്ക് മിനിമം വേണ്ടുന്ന സൗകര്യം എന്താ? പറന്നു വരുന്നവരൊന്നും അവര് ഇവിടെ നെടുമ്പാശ്ശേരി ഇറങ്ങിയാലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലോ അവരെത്തിക്കോളും. പറന്നു വരുന്നവരുടെ കാര്യത്തേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് നടന്നു വരുന്നവരുണ്ട് അവിടെ. ആ നടന്നു വരുന്നവർക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത്തരം കാര്യങ്ങൾ താഴെത്തട്ടിൽ ഒരു ചർച്ച ചെയ്യാൻ ഇങ്ങനെ ഒരു 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടൊരു മാമാങ്കം വേണമായിരുന്നു. ഇങ്ങനെ ഒരു പന്തൽ അവിടെ ഇപ്പൊ ഉണ്ടാക്കിയ അവിടെ ശീതീകരിച്ച പന്തൽ അവർ പൊളിച്ചുകൊണ്ടേ കാണും, അതിന്റെ ആളുകൾ പൊളിച്ചുകൊണ്ടേ കാണും, നികുതിദായകരുടെ പൈസ പോയി. നേരെ മറിച്ച് അത് അവിടെ ഒരു സ്ഥിരം പന്തൽ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ വരുന്നവർക്ക് ഈ പോട്ടെ നിങ്ങളുടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മെമ്മോറിയലായിട്ട് ഒരു സ്ഥിരം പന്തൽ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ കാലാകാലം പിണറായിയുടെ ഫോട്ടോ അവിടെ കിടക്കുക. ഇതാണല്ലോ വേണ്ടത്, ഇവർക്ക് ഫോട്ടോയല്ലേ വേണ്ടത്. അപ്പൊ പിണറായിയുടെ ഫോട്ടോ അവിടെ കിടക്കുമായിരുന്നല്ലോ, വാസവന്റെ ഫോട്ടോ അവിടെ കിടക്കുമായിരുന്നല്ലോ, വാസവൻ ശരണം ഗച്ഛാമിന് പറയുമായിരുന്നല്ലോ ആളുകൾ. അപ്പൊ ഒരു സ്ഥിരം പന്തൽ അവിടെ ഉണ്ടാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അയ്യപ്പ ഭക്തർ അത്രയെങ്കിലും നന്ദിയോടുകൂടി സ്മരിക്കുമായിരുന്നില്ലേ? ഈ 7 കോടി അല്ലെങ്കിൽ 8 കോടി രൂപ ചെലവഴിച്ച് പൊളിച്ചുകൊണ്ടു പോവുകയും ഭക്ഷണം മുഴുവൻ അവിടെയും ഇവിടെ കൊണ്ടുപോയി കൊട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് ടാഗ് അടക്കം കത്തിച്ചു കളഞ്ഞു, കെട്ടുകണക്കിന് ടാഗുകൾ കത്തിച്ചു കളഞ്ഞിട്ടും ഒരു മടിയും കൂടെ സമ്മതിച്ചു കഴിഞ്ഞു. CPM-നെ ഞാൻ ശരിക്കും പറഞ്ഞ അവരുടെ ഈ ഒരു മറ്റേ പറഞ്ഞ എന്താന്ന് പറയണ്ടേ തൊലിക്കെട്ടി ഉണ്ടല്ലോ, അതൊരു രാഷ്ട്രീയക്കാർ കണ്ടു പഠിക്കേണ്ട തൊലിക്കെട്ടിയാണ്. നമ്മളൊന്ന് തപസ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു തൊലിക്കെട്ടി വരില്ല എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും ആ സംഗമം വിജയമായിരുന്നു എന്നും ഇത് മറ്റൊന്നാണ് എന്നൊക്കെ പറയാൻ കാണിക്കുന്ന ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ, സമ്മതിച്ചേ മതിയാകുള്ളൂ. ബാക്കി ഒന്നില്ലെങ്കിലും രാഷ്ട്രീയത്തിൽ അവർക്ക് നിലനിൽക്കാൻ ഈ തൊലിക്കെട്ടി തന്നെ ധാരാളം.